ഹലോ, അൻപം മൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ജേർണലിംഗ് ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ജേർണലിംഗ് വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ കമൻറ്റ് ഇട്ട ആൾ എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. സോ ആ കമൻറ്റിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇനി ജേർണലിംഗ് ഗ്രീൻ കളർ വെച്ച് ചെയ്യുമെന്നുള്ളതായിരുന്നു. അത് വെച്ചിട്ട് ജേർണലിംഗ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. സോ ഇന്നത്തെ ജേർണലിങ്ങിൻ്റെ തീം ഗ്രീൻ കളറാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ആ സ്പെഷ്യൽ പേഴ്സൺ ആരാന്ന് വെച്ചാൽ അത് വേറെ ആരുമല്ല, അതെൻ്റെ അമ്മയാണ്. എൻ്റെ എല്ലാ വീഡിയോസും കുത്തിയിരുന്ന് കണ്ട് കമൻ്റ് ഇടുന്ന ആൾ. സോ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഗ്രീൻ കളറിൽ എന്തുകൊണ്ട് അടുത്ത് ജേർണൽ ചെയ്തുകൂടാ, എൻ്റെ ഫേവറേറ്റ് കളറല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ, കമൻറ്റിൽ വന്നിട്ട് പറയണം. അങ്ങനെ കമൻ്റ് ഇട്ടു അമ്മ. സോ ഞാൻ ഇന്നത്തെ വീഡിയോ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഇടാൻ പോകുന്നത്. അമ്മയുടെ ഫേവറേറ്റ് കളറാണ് ഗ്രീൻ. അതുപോലെ തന്നെ എൻ്റെ ഫേവറേറ്റ് കളേഴ്സിൽ ഒരു കളറാണ് ഗ്രീൻ. കാരണം ഗ്രീൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ. ഗ്രീൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പച്ചപ്പ്, ഹരിതാപം, അതൊക്കെയാണല്ലോ ഫസ്റ്റ് ഓർമ്മ വരുന്ന കാര്യം. സോ ഗ്രീൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിയ ഫീലും കൂടെ തരും. അതുപോലെ തന്നെ നമുക്കൊരു ട്രഡീഷണൽ ടച്ച് ഉണ്ടല്ലേ ഈ ഗ്രീൻ കളറിന്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് കളേഴ്സിലൊന്നായിരിക്കും ഗ്രീൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എത്ര പേരുടെ ഫേവറേറ്റ് കളറാണ് ഗ്രീൻ എന്നുള്ളത് കമൻറ്റിൽ പറയാൻ മറക്കരുത്. ഞാൻ ഈ ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് പേപ്പർ കട്ടിങ്സും അതുപോലത്തെ മാഗസീൻസിൽ നിന്ന് നിൽക്കുന്ന പിക്ചേഴ്സും അതുപോലെ തന്നെ ഞാൻ കൈകൊണ്ട് ഉണ്ടാക്കിയ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിതിൽ വേറൊരു കാര്യം യൂസ് ചെയ്തിട്ടുണ്ട്. 2 ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള ഒരു ചെടി, അതെനിക്ക് മുറ്റത്തുനിന്ന് കിട്ടിയതാണ്. സോ ഞാൻ ആ ചെടി ബുക്കിനകത്ത് എടുത്ത് വെച്ചു. സോ ആ ചെടിയും ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. സോ എന്താണെന്നറിയില്ല, എനിക്കതും കൂടി യൂസ് ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞാനത് അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ കാരണം അമ്മയ്ക്ക് വേണ്ടി കുറച്ച് വേർഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചു. പിന്നീട് എനിക്ക് ഈ ജേർണൽ എടുത്ത് വായിക്കുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഹോം മെമ്മറീസൊക്കെ വരുമല്ലോ, അതിന് വേണ്ടിയിട്ട്. സോ ഇതുവരെ ജേർണലിംഗ് ഒന്നും ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജേർണൽ ചെയ്ത് നോക്കണം. പിന്നീട് നമുക്ക് നമ്മൾ വയസ്സായി ഇതൊക്കെ എടുത്ത് വായിച്ച് നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും ഇത് തരിക. ഇതുപോലത്തെ ജേർണൽ വീഡിയോസ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണേ. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.